ഓമല്ലൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ പെന്തക്കോസ്തിന്റെ ആരാധന തടയും ഉള്ളൊരു തീരുമാനമാണെങ്കിൽ കേരളത്തിലെ 40 ലക്ഷത്തോളം വരുന്ന പെന്തക്കോസ്തുകാർ ഒന്നിച്ചതിന് മറുപടി പറയും. അടിക്കാൻ വരുന്നവരും വെട്ടാൻ വരുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തോണം. ഞങ്ങളുടെ കൂടെ നല്ല ചെറുപ്പക്കാരുണ്ട്. ഈ പണിയൊക്കെ നല്ലപോലെ വൃത്തിക്ക് ചെയ്ത് പൈസ മേടിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങളിപ്പം പരിപാടിയൊക്കെ നിർത്തിവെച്ചിരിക്കുക. വാളെടുക്കാനും വീശാനും വെട്ടാനും അങ്ങത്തടലേയും പുറന്തടലേയും വാരിത്തടലേയും കോരിത്തടലേയും കുൻഫും കത്താസും കരാട്ടായും മൈഗിരിയൊക്കെ അറിയാവുന്ന പിള്ളേർ ഞങ്ങളുടെ ഉണ്ട്. ഞാന് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു, അരുൺ സാറിനോട് പറഞ്ഞു. അദ്ദേഹമാണ് പത്തനംതിട്ടയിലെ SHO. ഞാൻ രാവിലെ CMന്റെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെയാണ് കിട്ടിയത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ രാവിലെ ഞങ്ങളെ തല്ലിയവരെ ഉച്ച കഴിഞ്ഞ് അടിക്കാൻ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. ഈ പുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. അല്ലാതെ BJPക്കാർക്കും RSSകാർക്കും മാത്രമല്ല അടിക്കാനും വെട്ടാനും അറിയാവുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിന് സമീപം ഈ പാസ്റ്റർമാരുടെ ഒരു വഴിവിട്ട പോക്കാണ് കാണുന്നത്. എന്നിട്ട് BJPയുടെ നേരെ കൊമ്പ് കോർക്കുകയും ചെയ്യുന്നു. ഈ വഴിവിട്ട പോക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് BJP രംഗത്തെത്തുമ്പോൾ അവരെ താറടിക്കാനുള്ള ഒരു ശ്രമമല്ലേ നടത്തുന്നത്? സാറേ, ഈ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മളത് എടുക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു വിഷയമാണ്. നമ്മളത് അവിടെ എലോങ് ഗ്ലോബൽ ഫെലോഷിപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാസ്റ്റർമാർ അല്ലെങ്കിൽ ബന്ധക്കോസുകാരുടെ അവരുടെ ആരാധനാലയവും പള്ളിയും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ചാരിറ്റബിൾ, അതായത് സംവിധാനമൊക്കെ ഉണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വൃദ്ധരെ വൃദ്ധസദനം പോലെ നടത്തുന്നുണ്ട്. പിന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ടുള്ള ആൾക്കാരെ ഇവർ വൃത്തിയാക്കുന്നുണ്ട്. ഏതായാലും കൃത്യമായതും വൃത്തിയായതും ഒക്കെ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ആരോപണം വരികയും സാമൂഹ്യ നീതി വകുപ്പ് അവിടെ വന്നിട്ട് അവിടെ താമസിക്കുന്ന ഒരു പയ്യന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ആഹാരം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ട് ഇതിനകത്ത് കേസെടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. വൃദ്ധസദനത്തിൽ വൃദ്ധരെ പരിപാലിക്കുന്നവർക്ക് വേണ്ട വിധത്തിലുള്ള ആഹാരം കൊടുക്കാതെ അവരെ പീഡിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപം വന്നതിനകത്ത് ഒരുപക്ഷെ അതിനകത്തും ഈ പറയുന്ന പോലെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസെടുക്കുമ്പോൾ സാധാരണ എല്ലായിടത്തും സംഭവിക്കുന്നത് എന്തുവാ? കേസെടുക്കുമ്പം അതാത് പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസ്സുകാരും ചിലപ്പോൾ സമരത്തിന് പോവും, BJPക്കാരും പോവും, അല്ലെങ്കിൽ CPMകാരും പോവും. അല്ലെങ്കിൽ ഇത് ഇപ്പം പാസ്റ്റർ ആയതുകൊണ്ട് ഒരു പക്ഷേ കോൺഗ്രസ് പോകത്തില്ലായിരിക്കും. പാസ്റ്റർ ആയതുകൊണ്ടും പെന്തിക്കോസുകാരനായതുകൊണ്ടും CPM പോകത്തില്ലായിരിക്കും. കാരണം അതാണല്ലോ ഇവിടുത്തെ ഒരു മതേതരത്വം. കാരണം അത് നമ്മളെ താങ്ങിയൊന്നും പറയല്ല. എവിടെ കുഴപ്പം വന്നാലും അതിനെതിരെ പ്രതിഷേധം നടത്തുന്ന ഒരു ഇടമല്ലല്ലോ കേരളം. കേരളത്തിൽ പ്രതിഷേധം നടത്തണമെങ്കിൽ അത് ഹിന്ദു അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് പ്രതിഷേധം നടത്തും. അപ്പോൾ ഇത് മുസ്ലിമിൻ്റെതോ അല്ലെങ്കിൽ പാസ്റ്ററതോ ക്രിസ്ത്യാനിയുടെ ആണെങ്കിൽ എന്ത് കുഴപ്പം വന്നാലും അതിവിടെ പ്രതിഷേധം നടത്തുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഭയമാണ്. അവരുടെ വോട്ടിനകത്ത് ഒരു കൂട്ടായ്മയുണ്ട്, അടുത്ത് സംഘടിത വോട്ടാണെന്നൊക്കെ ഉള്ള രീതി. അതുപോലെ തന്നെ ഇവിടെ പ്രതിഷേധം നടത്താൻ എനിക്കൊന്ന് ഈ BJPയുടെ യുവജന സംഘടനയും BJP ഒക്കെ ഉള്ളത്. അപ്പോൾ ഓമല്ലൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് BJPയാണ്. ഓമല്ലൂരാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പം ഓമല്ലൂർ ഈ സംഭവം നടക്കുമ്പം നമ്മളിപ്പോൾ ഇതിന്റെ ഈ ടോക്കിന്റെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട് ഒരു പാസ്റ്റർ എന്ന് പറയുന്ന ആൾ, ഈ ബിനു വാഴമുട്ടം എന്നാണ് ഇവന്റെ പേര്. ഇവൻ ഏതാണ്ട് വളരെ വിദ്യാഭ്യാസം കുറവാണെന്നാണ് പറഞ്ഞത്. നേരത്തെ ഏതാണ്ടൊക്കെ കള്ളം പരിപാടികളും ഇതൊക്കെ വരുന്ന ആക്ഷേപങ്ങളാണ്. റിയൽ എസ്റ്റേറ്റും അല്ലെങ്കിൽ മറ്റു പല കൊള്ളരുതായ്മകളും ഒക്കെ നടത്തി എല്ലാത്തിനകത്തും പരാജയപ്പെട്ട് വിജയിച്ച ഒരു സംവിധാനമൊക്കെ പ്രാർത്ഥന, രോഗശാന്തി ശുശ്രൂഷ. മനസ്സിലാവും. പണം കോടികളായി. ഇപ്പൊ കോടികളായെന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപ. അതുകൊണ്ടല്ലേ മോദി സർക്കാർ എല്ലാത്തിനും പിടികൂടി. അതെ. അപ്പം ഇതിനകത്ത് കോടികളായി. അപ്പം ഇതിനകത്ത് ഇയാൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഭദ്രകാളിയൊക്കെ ആക്ഷേപിക്കുന്ന കാര്യമുണ്ട്. ഒരു ഹിന്ദു അതൊക്കെ ചില വിഷ്വൽസ് ഒക്കെ വരുന്നുണ്ട്. കാരണം ഒരു ഹിന്ദു വീട്ടിൽ ചെല്ലുന്നു, 2-3 നേര് വരുന്നു, നിങ്ങളുടെ വീട് മൊത്തം കൂടാത്രമാണ്, അവിടെ ഭദ്രകാളിയുടെ തകിട് കണ്ടില്ലേ, ഭദ്രകാളിയെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എന്താണ് എന്നുള്ള രീതിയിലേക്ക്. അതായത് ഇവന്റെ മതത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവന്റെ മതം മഹത്വമുള്ളതാണെന്ന് പറയുമ്പോൾ, അവന്റെ മതം ഏറ്റവും വലുതാണെന്ന് പറയുമ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ, മറ്റു മതം കുഴപ്പമാണെന്ന് പറയേണ്ട കാര്യം ഇവനില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ രീതിയിലേക്ക് അപ്പം ഇതിനകത്ത് നമ്മൾ പറയുമ്പം ഇതേ രീതിയിൽ സമരം ചെയ്തതിന് BJP ആയതുകൊണ്ട്, BJPയുടെ ഭരിക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് ഞങ്ങൾക്കിടയ്ക്ക് ആരാധനാ സ്വാതന്ത്ര്യം, അവിടെ സമരം നടന്നു, ഞായറാഴ്ച ആരാധിക്കാൻ വന്നവർക്ക് ആരാധിക്കാൻ പറ്റിയില്ല. സമരം നടക്കുമ്പോൾ അങ്ങനെയൊക്കെ വരും, വിഷയങ്ങളുണ്ടായപ്പോൾ അവിടെ ഉന്തും തള്ളും ഒക്കെ ആയി, ആരാധനിക്കാൻ പറ്റുന്നില്ല. ആരാധനിക്കണമെങ്കിൽ ഇതുപോലെ ആരാധന എന്ന് പറഞ്ഞ് ഇവൻ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതും
അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞും ഒക്കെ ആണല്ലോ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചാരിറ്റബിൾ സൊസൈറ്റികൾ നടത്തുമ്പോൾ അത് നടത്താൻ അർഹത ഇല്ലാത്തവൻ ഈ ആരാധനയുടെ മറവിൽ അദ്ദേഹത്തിന്റെ മതത്തിന്റെ മറവിൽ ഇതുപോലെ ചൂഷണം നടത്തണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ സമരത്തിന് ചെയ്യുന്നത്. അപ്പം ആ സമരം പ്രശ്നമായപ്പോൾ അവിടുന്ന് ഇവന്റെ മാനേരെ ഉൾപ്പെടെ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ആൾക്കാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഈ ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് അതിനകത്തൊരു പാസ്റ്റർ, ഞങ്ങൾക്കും രാവിലെ അടിക്കാൻ വൈകിട്ടടിക്കാൻ അറിയാം, നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഗുണ്ടകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ട്, ഞങ്ങൾക്ക് അടിക്കാൻ അറിയാം, അല്ലെങ്കിൽ അത്തരം ഗുണ്ടകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. സാറേ ഇത് ഇവൻ പറയുമ്പോൾ ഇവൻ അറിയാതെ പറഞ്ഞു പോയത് പോലെയല്ല. കാരണം ഇവൻ പറയുന്നത് BJP ആയതുകൊണ്ട്, ഉത്തരേന്ത്യയിൽ പള്ളി പൊളിക്കുന്നതുകൊണ്ട്, ഉത്തരേന്ത്യയിൽ ആരാധന നടത്താൻ പറ്റാത്തതുപോലെ കേരളത്തിലും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഏത് BJP ആയാലും ആ BJPയെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നായി പാസ്റ്റർ പറയുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഇത് വളരെ ശരിയാ. ഇപ്പൊ ഇതേ രീതിയിലേക്കുള്ള FCRI ഫണ്ട് ഉണ്ടല്ലോ, ഈ ഫണ്ട് ഇപ്പം കൃത്യമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് എന്തിന് ഫണ്ട് വരുന്നു, അതിന്റെ കഴിഞ്ഞ ദിവസം അതിന്റെ കൃത്യത കൂടുതൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ഷേപമുണ്ട്, ഈ മാതിരിയുള്ള ഫണ്ടുകൾ അവന്മാർക്ക് വരുന്നേ. ഇവന്മാർക്ക് ഇപ്പോൾ മുറുകുറുപ്പ് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ട് വരുന്ന പോലെ ഫണ്ട് വരുന്നില്ല. അതായത് വല്യമ്മമാർക്ക് ഇപ്പോൾ ഭക്ഷണമില്ലാത്ത, അതാ പിള്ളേരെ ചവിട്ടി കൂട്ടുന്നത് ഈ ആതുര ചാരിറ്റബിൾ സൊസൈറ്റിക്കകത്ത്. അപ്പം ഇതിനകത്ത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ജയിലിലൊക്കെ സാറിന് പരിചയം ഉണ്ടെങ്കിൽ പോയാൽ നോക്കും, ഒരു ഞായറാഴ്ച ആകുമ്പോൾ ജയിലിൽ പാസ്റ്റർമാർ വരും. എന്നിട്ട് ഇവനെ അവിടെ നിന്ന് ഇറക്കും, നല്ല ഒന്നാം തരം ക്രിമിനൽസിനെ. എന്നിട്ട് ഇവനെ അവിടെ കൊണ്ട് നിർത്തിയാക്കിയിട്ട് ആവശ്യമുള്ളപ്പോൾ ഇവരെ ഈ നമ്മൾ പറയത്തില്ല ഈ ആതുര ശുശ്രൂഷയൊക്കെ നടത്തത്തില്ല, സാർ കണ്ടിട്ടില്ലയോ? കാലില്ലാത്തവൻ മെഡിക്കൽ സയൻസിന് പോലും ഒരു പക്ഷേ നടത്താൻ പറ്റാത്ത ആളിനെയാണ് ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കും, ഒരുത്തിനെ കൊണ്ടുവന്ന് ഇവിടെ മലത്തി കിടത്തിയിരിക്കും. ഇയാൾ ഏതാണ്ട് അയ്യ എന്നൊക്കെ പറയുമല്ലോ, ഏതാണ്ട് മറുഭാഷയൊക്കെ പറയുമല്ലോ. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇവൻ ചാടി എങ്ങനെയൊക്കെ, ഇവനൊരു കുഴപ്പവും കാണത്തില്ല. ഈ ഒരു സിസ്റ്റത്തിലെ കാര്യങ്ങൾ പോകുന്നു. ഇതിനകത്ത് നിന്ന് തന്നെ ഈ പറയുന്ന ആതുര ശുശ്രൂഷ കാര്യങ്ങൾ നടത്തുന്ന പാസ്റ്റർമാർ വൻ തട്ടിപ്പാണ്. ഇതിന്റെ പുറകിൽ ഒരു വല്ലാത്ത ലോബിയുണ്ട്. അല്ലെങ്കിൽ ഇതിന് ആൾക്കാർ ഈ കാണിക്കുന്ന പിശാചി കയറിയെന്ന് കാണിക്കുന്നതും അസുഖമുള്ളതെന്ന് കാണിക്കുന്നതും ഇവർ ക്രിയേറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഈ പാസ്റ്റർമാരുടെ അകത്തു നിന്നുള്ള പാസ്റ്റർമാർ തന്നെ ഇതിന്റെ വ്യക്തത വരുത്തിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ ഈ ക്രിമിനൽസിനെ ഇവർ മറ്റു ജയിലിലും മറ്റു ഇടത്തുമൊക്കെ ചെന്നിട്ട് നമ്മുടെ കൂടെ ബന്ദിക്കോസുകാരൻ്റെ കൂടെ നമ്മൾ നോക്കിയാൽ ബന്ദിക്കോസാ, പക്ഷേ ഇവനെ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ഭീഷണിപ്പെടുത്താനും മറ്റു പല കാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇത് വളരെ വൃത്തിയായിട്ട് ഇവിടെ മാത്രമല്ല വെളിയിലോട്ട് പോകുന്നു. ഇതിനൊക്കെ ആവശ്യമുള്ള ഫണ്ടല്ലേ, കോടാനുകോടി രൂപ ഫണ്ടല്ലേ. ഇപ്പൊ തന്നെ ഒത്തിരിയും ആൾക്കാർ കൂടിയിരിക്കുക. ഇത് ഒരു പ്രാവശ്യം യൂട്യൂബിനകത്ത് ഉണ്ട്, കൂടിയിരിക്കുക. അപ്പൊ കൂടിയിരിക്കുമ്പോൾ ഈ ഒരു പാസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പം പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്കുന്ന ആളിനെ വിളിക്കുന്നത് ആരാ? 10,000 പേരിയ്ക്കുന്നതിന് ഇടയ്ക്കുന്ന അവിടെ ഒരു ബാബു ഇരിക്കുന്നു. ബാബുവിൻ്റെ വീട്ടിൽ 2 പെൺമക്കളുണ്ട്. ബാബുവിന് ഇതുപോലെ നടുവിന് വയ്യ, അല്ലെങ്കിൽ 2 പെൺമക്കള് കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്, ബാബുവിൻ്റെ അമ്മ കിടപ്പിലാണ് എന്നൊക്കെ പറഞ്ഞു ബാബു. അപ്പൊ ഈ ബാബു ഒരുപക്ഷെ ഇങ്ങനെ ഇല്ലാതെ ഇങ്ങനെ പ്രാവേരം നടന്നപ്പോൾ ഇതുപോലെ ഒരു ബിനു പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ട്, അവിടെ ചെന്നാൽ എല്ലാം ശരിയാവുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞു വിട്ട് ബാബു അവിടെ വന്നിരിക്കുക. മനസ്സമാധാനം എല്ലാത്തിനും എവിടെങ്കിലും ചെന്നാലും ശകലം മനസ്സമാധാനം വേണ്ടേ, ആ രീതിയിൽ ചെല്ലുമായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഈ ബാബുവിൻ്റെ അടുത്ത് ഇപ്പൊ ഈ യൂട്യൂബിൽ നിന്ന് കണ്ട കാര്യം പറഞ്ഞു, ഇത് എങ്ങനെ അതിന്റെ പരിപാടിയാണ്. ഈ ബാബുവിൻ്റെ അടുത്ത് നേരത്തെ ഒരു ആൾ ചെല്ലും, ഇതുപോലെ അവിടെ വന്നവരുടെ കൂട്ടത്തിലുള്ള ആൾ വന്നിട്ട് നമുക്ക് സാറിൻ്റെ അടുത്തോട്ട് ഞാൻ വന്നിട്ട് സാറിന് ചോദിക്കും, സാറിൻ്റെ പേരെന്തോ? അത് വിജയകുമാറെന്ന്. സാറിൻ്റെ മോക്കെന്തോ? അത് ഇന്നടുത്ത് പഠിക്കുക. സാറിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ചോദിച്ചു ഇന്നടുത്ത്. എവിടെ വീട്? അപ്പം പ്രയാസമുള്ള ആളെങ്കിൽ കുറേ നേരം സംസാരിക്കും. പ്രയാസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. ഇതെല്ലാം ഇവനെ ഈ ചെന്നിരിക്കുന്നവൻ ഈ പാസ്റ്ററാടാ, ഈ ചെന്ന് ബാബുവിൻ്റെ അടുത്ത് ലോകം ചോദിക്കുന്ന പാസ്റ്ററാടാ. എന്നിട്ട് ഇവൻ ഇത് മൊബൈലിൽ കൂടെ അങ്ങ് അയച്ചു കൊടുക്കും. അന്നേരമാണ് അയാളുടെ മൈക്കിൽ കൂടെ ബാബുവിനെ വിളിക്കുന്നത്. അപ്പൊ പിന്നെ ബാബുവിൻ്റെ അടുത്ത് ആര് പറഞ്ഞാലും പാസ്റ്റർക്ക് ദൈവാധീനമില്ലെന്ന് പറഞ്ഞാൽ നടക്കുമോ? മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതേ രീതിയിൽ ഇതുപോലെ കള്ളക്കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് തട്ടിപ്പ് നടത്തി ആ തട്ടിപ്പ് വെളിയിൽ വരുമ്പോൾ പോലീസ് കേസെടുക്കുമ്പോൾ ആ കേസിന്റെ പുറകിൽ ആക്ഷേപം ഇതുപോലെ തട്ടിപ്പുകാരനാണ് ഇവൻ, കുഴപ്പക്കാരനാണ്, കൊള്ളക്കാരനാണ്, നേരത്തെ പല കേസിലും പ്രതിയാണ് എന്നുള്ള രീതിയിലും ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർ ഇതുപോലെ ക്രിമിനൽസ് ആണെന്നുള്ള രീതിയിലും ഇതിന് വരുന്ന ഫണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന രീതിയിലും സമരം ചെയ്താൽ ആ സമരം ചെയ്യുന്നതിന്റെ പിറകിൽ BJP ആണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തി, അല്ലെങ്കിൽ അത്തരത്തിൽ ഞങ്ങള് 40-40 ലക്ഷം പേര് ബെന്തക്കോസുകാരുണ്ട്, ഞങ്ങളെല്ലാം കൂടെ അങ്ങ് ഇറങ്ങും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുത്തി BJPയെ ആക്ഷേപിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഓമല്ലൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അത് എനിക്ക് നേരത്തെ അറിവുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇയാൾ വെല്ലുവിളിച്ചേക്കുന്ന BJP ഒക്കെയാ, അടിക്കുമെന്നൊക്കെ ഈ പാസ്റ്റർ വെല്ലുവിളിച്ചേക്കുന്നത്. അപ്പം ഈ മറ്റേ പേരെന്തുവാന്നോ
ബിനു വാഴമുട്ടം എന്നായി മെയിൻ പാസ്റ്ററുടെ പേര്. അപ്പം അയാൾക്ക് വേണ്ടിയാണ് ഈ വെല്ലു വിളിച്ചേക്കുന്നത്. RSSനെ ഞങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അടിക്കും എന്നൊക്കെ പറയും. പണ്ട് റാന്നിയിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ അടുത്ത് സാറി ശബരിമല ശാസ്താവിൻ്റെ ആളായതുകൊണ്ട് അത് പറയാൻ പോകുന്നത്. കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ റാന്നിയിൽ ബന്ധുക്കൂസുകാർ കൂടുതലുള്ള ഒരു ഇടമാണ്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഈ യുവമാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ യുവമാർക്ക് അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ, അതിന് ഒരു പരാതി ആർക്കും ഇല്ലല്ലോ. യുവമാരുടെ ദൈവം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവമാണെന്ന് പറയുന്നതിനകത്ത് അത് പറഞ്ഞോട്ട് അവർക്ക് അവകാശമുണ്ട് പറയും. ഇവർക്ക് മറ്റ് മതങ്ങളെ ആക്ഷേപിക്കണം. അപ്പോൾ റാന്നിയിൽ ഇങ്ങനെ ഒരു പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുക പാസ്റ്റർമാർ. അപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു ആക്ഷേപം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ് അവിടെ ആകുമ്പോൾ ഈ അയ്യപ്പൻ ആണല്ലോ റാന്നിയിലൊക്കെ അയ്യപ്പൻ അവിടെ ആ നിയമസഭ മണ്ഡലത്തിലാണ് ശബരിമല ക്ഷേത്രം ഇരിക്കുന്നത്. മാത്രമല്ല ലോകത്തെല്ലായിടത്തൊന്നും വരികയും എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. അപ്പം അതിനെ പറഞ്ഞ ആണല്ലോ കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്. അല്ലെ അതിനെ ഈ പറയുന്നതുപോലെ മോശമാക്കുന്നതിനകത്താണല്ലോ ഇവരുടെ ലക്ഷ്യം. ഏതായാലും ഇത് അവിടെ നിന്ന് പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ അയ്യപ്പനെ പറ്റി പറഞ്ഞു ഇതൊക്കെ ചുമ്മാതാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഈ ദൈവത്തിന് സത്യമില്ല, ഇത് കല്ലാണ്, മണ്ണാണ്, കുന്തമാണ്, കുന്ത്രാണ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പൻ ഇരിക്കുന്നേ അറിയാമല്ലോ ഇങ്ങനെ ഈ മുദ്ര, ആ ഒരു മുദ്ര ചിന്മുദ്ര. അപ്പൊ ചിന്മുദ്ര അല്ല, ഇത് മൂക്കിപ്പൊടിയും പിടിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അത് പുള്ളി മൂക്കിപ്പൊടി പിടിച്ചേക്കുകയാണ്. എന്തായാലും മൂക്കിപ്പൊടി പിടിച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ലൈറ്റും പോയി, സംഭവം പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആരാണ്ട് വന്ന് ഈ പാസ്റ്ററെ പൊക്കി എടുത്തുകൊണ്ട് അതിൻ്റെ സ്റ്റേജിൻ്റെ പുറകിലോട്ട് കൊണ്ടുവന്നുണ്ട്. തിരിച്ചു വന്നപ്പോൾ ഉടുപ്പും കൊണ്ടുവന്നില്ല. മനസ്സിലായില്ലേ? അപ്പം അത് RSS ആരെന്നാ പറയുന്നത്. പിന്നെ അവിടെ ആ ഏരിയയിലൊന്നും ഇതേമാതിരിയുള്ള പ്രസംഗവും മറ്റു കാര്യങ്ങളും ഒന്നും ആരും കേട്ടിട്ടില്ല. പെന്തക്കോസ്തുകാർ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഈ പാസ്റ്റർക്ക് ഞാൻ പറയുന്നത് ഓമല്ലൂരും റാന്നിയും തമ്മിൽ വലിയ വ്യത്യാസവും വരും. മാത്രമല്ല നമ്മൾ അറിയുന്നത് പോലെ ആ ജില്ലയ്ക്കകത്ത് മാത്രമല്ല നമ്മൾ അറിയുന്നത് പോലെ 160 ഇടത്തുള്ളിടത്താണ് ഈ RSS. ഇവർ ഇതിനൊന്നും വരുന്നില്ല. പിന്നെ ഈ RSSനെ കയറി അടിക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു പാസ്റ്ററെ ഈ അപ്പിയിട്ടു പോകും ഈ പാസ്റ്റർക്ക്. മനസ്സിലായില്ലേ? അതേ പറയുന്നുള്ളൂ. അപ്പം പഴയ ചരിത്രങ്ങളും ഒക്കെ പരിശോധിച്ചാൽ മതി. അപ്പം ഈ ഒരു കഥ ഞാൻ ഈ സാറ് ശബരിമല ശാസ്താവിൻ്റെ ആളായതുകൊണ്ടും പുള്ളിയുടെ പുസ്തകമൊക്കെ എഴുതുന്നതുകൊണ്ടാണ് വിജയകുമാർ സ്ഥാനത്ത് പറഞ്ഞത്. അപ്പോൾ റാന്നിയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്റ്റർ ഓമല്ലൂരിൽ നിന്ന് ഈ വെല്ലുവിളിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത്. RSSനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. BJP ഏതായാലും ഇടപെട്ടിട്ടുണ്ട്. RSSനെ കയറി അടിക്കുമെന്നും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമെന്നും RSSന്റെ പുറകിലാണെന്നും അല്ലെങ്കിൽ അത് RSS ആണ് BJP കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ പറഞ്ഞാൽ ഏതെങ്കിലും RSSകാരൻ ഇതിനകത്ത് ഇടപെടാൻ തുടങ്ങിയാൽ പാസ്റ്റർക്ക് ഇനി എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്ര ഗുണ്ടയുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര ജാഗ്രത ഉണ്ടെന്ന് പറഞ്ഞാൽ, 40 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞാലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല. കാരണം അതങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഉള്ള അനുഭവം അങ്ങനെയാണ്. ഏതായാലും ഈ പാസ്റ്റർ ഫ്രാഡാണ്. ബിനു വാഴമുട്ടത്തിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ VD സതീശൻ മതേതരവാദിയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നടത്തുന്നത് നന്നാവും. ഏതായാലും പാസ്റ്ററിന്റെ വെല്ലുവിളിക്ക് പോലും കേസെടുക്കാം, ഞങ്ങൾ വേണമെങ്കിൽ തല്ലും, ഞങ്ങൾക്ക് ആ പണിയും അറിയാം, ആരാധന മാത്രമല്ല എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു വെല്ലുവിളിയുണ്ട്. ഇത് വെച്ച് വേണമെങ്കിൽ ഒരു കേസെടുക്കാം. ആണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു വർത്തമാനമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാൾ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയ അല്ലെങ്കിൽ ആതുര സേവനം നടത്തുന്നതിനകത്ത് അത് അനുഭവിക്കാൻ വന്നത്, അത് വിശ്വസിച്ച് വന്ന ആൾക്കാർക്ക് ഉണ്ടായ പീഡനം തെളിവ് സഹിതം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതിനെതിരെ പ്രതിഷേധം വന്നിരിക്കുന്നത്. അത് പ്രതിഷേധം ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പം ആ രീതിയിലേക്ക് പാസ്റ്റർക്കെതിരെ കേസെടുക്കണം. ഇപ്പോൾ കേസ് BJPക്കാർക്കെതിരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്തൊരു കഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.